ഇന്നത്തെ പേപ്പർ എടുക്കുമ്പോൾ ഏറ്റവും വലിയ വാർത്തയായിട്ട് നിഷ്ഠൂരമായി നടന്നൊരു കൊലപാതകം, ഒരു കാറിടിച്ച് യുവാവിനെ കൊന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ രാത്രി വീട്ടിൽ പുലി കയറി കുട്ടിയെ തട്ടിയിട്ടു നായെ കടിച്ചെടുത്തുന്നൊരു വാർത്തയുണ്ട്. ശ്രദ്ധിക്കപ്പെടാത്തൊരു വാർത്ത ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ചെറിയ കോളത്തിൽ കൊടുക്കാൻ ഞാൻ ഓർമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ മലപ്പുറത്ത് കടുവ ആക്രമിച്ചു വരുന്നു. എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ രണ്ടാമത്തെ പേജിൽ ഉണ്ടാകുന്നത് ഒന്നും തന്നെയില്ല. അവിടെയും സായുധ സേനാംഗങ്ങൾ, അതായത് എയർപോർട്ട് ജീവനക്കാർ ഒരു യുവാവിനെ കാറിടിച്ചു വന്നത് ഏറ്റവും നിഷ്ഠൂരമായൊരു സംഭവമാണെന്ന് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. മറ്റു പേജുകളിൽ ഒന്നും തന്നെ മനോരമയുടെ ഒരു തോട്ടം തൊഴിലാളി, റബ്ബർ തോട്ടം തൊഴിലാളി അദ്ദേഹത്തിൻ്റെ തൊഴിലിടത്തിൽ വെച്ച് വളരെ ക്രൂരമായി കടുവയുടെ ആക്രമണത്താൽ, വന്യജീവി ആക്രമണത്താൽ കൊല്ലപ്പെട്ടത് ഒരു പ്രസക്തമായ വാർത്തയല്ല അല്ലാതെ വളരെ വിദഗ്ധമായിട്ട് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഫ്രണ്ട് പേജിൽ ചെറിയൊരു കോളത്തിൽ കൊടുത്ത് അതിൻ്റെ യാതൊരു വിശദാംശങ്ങളും കൊടുക്കാതിരിക്കാൻ മനോരമ വളരെയധികം പണിപ്പെട്ടെന്നാണ് ഈ പേജുകൾ മൊത്തം മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത്. ഇനി മനോരമ മാത്രമാണോ അങ്ങനെ ചെയ്ത് മറ്റുള്ള പത്രങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ഇന്ന് മനോരമ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ 4 നെടുന്തൂണുകളിലൊന്നായ മാധ്യമപ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്ന്, അതായത് ഇവിടെ നടന്നിരിക്കുന്നതെല്ലാം കൊലപാതകം തന്നെയാണ്. ഒരു മനുഷ്യനെ കാറിടിച്ച് കൊന്നപ്പോൾ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കാറിടിച്ച് കൊന്നപ്പോൾ അത് വലിയ വാർത്തയാകും. എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമ ഇല്ലായ്മകൾ, വനം വകുപ്പിൻ്റെ അശ്രദ്ധ മൂലം ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടത് ഒരു വാർത്തയുമല്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്?